റമളാൻ മാസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞോ, കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുന്നതാണ്. മാത്രമല്ല 1000 നന്മകൾ രേഖപ്പെടുത്തും, 1000 തിന്മകൾ നമ്മളിൽ നിന്നും അള്ളാഹു തആല മായ്ച്ചു കളയും. റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ തിന്മകൾ മായ്ച്ചു കളയുന്ന ഒരു മാസമാണ്. പ്രത്യേകിച്ച് ഇനി പറയുന്ന ഈ ഒരു ദിക്ർ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 1000 തിന്മകൾ. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞാൽ, റമളാനിൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ 1000 തിന്മകൾ മായ്ക്കുമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഇത് 1, 2, 3, പ്രത്യേകിച്ച് ഇത് മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും 10 പ്രാവശ്യം വീതം പറയണമെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു തആല വിചാരണ എളുപ്പമാക്കുമെന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. ഏതാണ് ആ ദിക്ർ? നമ്മളൊക്കെ പറയാറുള്ളതാണ്, നമ്മളൊക്കെ ചൊല്ലാറുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് നമ്മൾ റമളാൻ അല്ലാത്ത മാസത്തിൽ പറയുന്നവരാണെങ്കിൽ റമളാനിൽ എന്തായാലും നമ്മൾ പറയണേ. കാരണം ഒരു വട്ടം ഒരു ദിക്ർ പറഞ്ഞാൽ 70 വട്ടം പറഞ്ഞ പ്രതിഫലമാണ് അല്ലാഹു തരുക. ഒരുപാട് പ്രതിഫലങ്ങളുടെ ഓഫറുകൾ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള പുണ്യമായ ഈ മാസത്തിൽ, പുണ്യമായ ഈ ദിവസത്തിൽ ഈ ദിക്ർ മറന്നു പോവണ്ട. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ആരാധനക്കർഹൻ അല്ലാഹുവേ, നീയല്ലാതെ മറ്റാരുമില്ല, നീ ഏകനാകുന്നു, നിനക്ക് പങ്കുകാരില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. അല്ലാഹുവേ, എല്ലാ സ്തുതികളും എല്ലാ ഉടമസ്ഥതയും നിനക്കാകുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ പടച്ചവനെ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മറന്നു പോവണ്ട കേട്ടോ. ഇത് ചൊല്ലി തുടങ്ങിക്കോ, ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കാത്തിരിക്കും.